ഞാനിപ്പോൾ അരിപ്പാട് മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യുന്നത്. ആട് നമ്മുടെ ഇപ്പോഴുള്ള നാടൻ ആടുകളാണ്. ആട് പിന്നെ കുറച്ച് താറാവുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട് വളർത്തലുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് ആനാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ നൗഷാദിക്കയുടെ കൂടെയാണ്. അപ്പോൾ ഇക്കയുടെ വീട്ടിൽ തന്നെ കുറച്ച് ആളുകളെ വളർത്തുന്നത്, അതായത് ഒരു ഹോബിക്കായിട്ടാണ് വളർത്തുന്നത്. ആളൊരു നമ്മുടെ ഇവിടെ ഹരിപ്പാട് കോർപ്പറേഷനിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹോബിയായിട്ട് വളർത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാമിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. നൗഷാദിക്ക, നമസ്കാരമുണ്ട്. നമസ്കാരം. ഇക്ക ഇപ്പൊ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 6-7 വർഷമായി. 6-7 വർഷമായി. അപ്പൊ ഇതില് ഏതിലാണ് നമ്മൾ തുടങ്ങിയത്? 2014 ശേഷമാണ്. 14 ശേഷമാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി? അതിന് മുമ്പ് ഗൾഫിലായിരുന്നു. അതിനുശേഷം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ഫാമിങ്ങിലേക്ക് നീങ്ങുന്നത്. ഇതിലല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി ജീവനക്കാരനാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഫാമിംഗ് ചെയ്യുന്നു. നമ്മൾ ആടല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആട് പിന്നെ കുറച്ച് താറാവുണ്ട്. നിലവിൽ ഏതൊക്കെ വെറൈറ്റി ആടുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്? ആട് നമ്മുടെ ഇപ്പോഴുള്ള നാടൻ ആടുകൾ, മലബാറി, പിന്നെ കുറച്ച് ക്രോസും കാണാം. ക്രോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി. ഇപ്പൊ എത്രത്തോളം ആടുകൾ ഇവിടെ ഇരിപ്പുണ്ട്? ഇപ്പോൾ 10-11 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുറ്റി വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ നിലവിൽ ഇവിടുത്തെ ഒരു ഫാമിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ, കേരള വീടിനോട് ചേർന്ന് തന്നെ ഒരു കൂട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു 4 അടിയുടെ മുകളിൽ എന്തായാലും ഹൈറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇരുമ്പ് കൊണ്ടാണ് നമ്മുടെ കൂട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ഫ്ലോറ് മാത്രം നമുക്ക് തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഹൈറ്റിൽ നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഏതായാലും സ്കീമിൽ ചെയ്തതാണ് അയക്കാം, നമ്മൾ കൈക്കാശ് സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണല്ലേ? ഇതിന്റെ ഒരു വീതി എങ്ങനെയാണ്? വീതി നീളം 3 മീറ്റർ വീതി. 3 പിന്നെ 6 മീറ്റർ നീളമാണുള്ളത് അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കൂടാണ്. അതിനകത്ത് ഇപ്പൊ എത്രത്തോളം ആടുകൾ ഇടാനായിട്ട് പറ്റും? 20-25 ആടിനൊക്കെ ഇടാം. 20-25 ആടിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എത്ര ആട് കിടപ്പുണ്ട് ഇതിനകത്ത്? 12 ആട് കിടപ്പുണ്ടല്ലേ? അപ്പൊ ഇതിന്റെ നടുക്കൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അതെന്താണ് സംഭവം? അത് തീറ്റ ഇടാനും വേണ്ടിയായിരുന്നു. ഫിനിഷിംഗിലേക്ക് ആയില്ലത്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ബാക്കി ആടുകളെയും മറ്റു വിശേഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആട് വളർത്തലും അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷനിലെ ജോലിയും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ വീട്ടുകാരും മക്കളുടെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളെ ഈ കൂടിന് എത്ര രൂപ ആയിട്ടുണ്ട്? 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവായിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ അടുത്തോളം ചിലവായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം ആട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഈ ചാനയായിട്ടുള്ള ആടുകളൊക്കെ ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ജസ്റ്റ് കെട്ടിയിടുക, നമ്മൾ അടുത്തടുത്ത് കെട്ടി കുട്ടികളെ മാത്രം അഴിച്ചു വിടുക, ബാക്കിയുള്ള എല്ലാത്തിനെയും കെട്ടിയിടുക. നമുക്കിവിടെ മുട്ടനില്ല, ചെറിയ കുട്ടികൾ മാത്രം നമ്മൾ പുറത്തു കൊണ്ടുപോയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇത് മലബാറി ക്രോസ് ആണല്ലേ? ഇത് എത്ര പ്രായമുണ്ട് ഇതിന്? 3 പ്രസവിച്ചു. കുട്ടികൾ എത്ര വീതം? 2 കുട്ടികളാണ്. ഈ 2 കുട്ടികൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം പാല് കാര്യങ്ങളൊക്കെ എത്ര വരെ കിട്ടാറുണ്ട്? ചായക്കുള്ള പാല് നമ്മള് കുട്ടികൾ കുടിച്ച ശേഷം എടുക്കാറുണ്ട്. സെയിലുണ്ടോ? സെയിലില്ല, നമ്മള് എടുക്കാറുണ്ട്. കൂടുതലും കുട്ടികളെ കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര നാൾ വരെ നമ്മൾ കുട്ടികളെ കുടിപ്പിക്കാറുണ്ട്? 4-5 മാസം വരെ കുടിപ്പിക്കും. 4-5 മാസം വരെ നമ്മൾ കുട്ടികളെ തന്നെ പാല് കുടിപ്പിക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ കുട്ടികളൊക്കെ എങ്ങനെയാ? അത്യാവശ്യം ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് പിന്നെ നമ്മുടെ ബീറ്റലിന്റെ ക്രോസ് ആണ്. അതായത് ഇതിനകത്തുനിന്ന് ഇറങ്ങിയ ബീറ്റലിന്റെ കുട്ടികളാണല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല കുട്ടികളാണല്ലോ. ഇതിപ്പോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഏത്? ബ്ലാക്ക് പെൺകുട്ടി? രണ്ടും പെൺകുട്ടിയാണ്. മലബാറി ക്രോസ് ആണ്. വേറെ ഏത് മലബാറിയുടെ? ഇത് മലബാറി ക്രോസ് ആണല്ലേ? അപ്പൊ ഇതിന്റെ കുട്ടിയാണ് വൈറ്റ്. അത് കറക്റ്റ് പ്യൂർ വൈറ്റ് അതിനകത്ത് കിട്ടി. ഓക്കെ. ഇതിന്റെ കൂടെ ആൺകുട്ടികളുണ്ട് കിടക്കുന്നതാണ്. ആ ബ്ലാക്ക് അല്ലേ? ബീറ്റലിന്റെ ക്രോസ് തന്നെ. നമ്മൾ ആ ബ്ലാക്ക് പെൺകുട്ടിയെ കാണിച്ചില്ലേ? മുട്ടനാണല്ലേ? നമുക്കിവിടെ സെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എത്രാമത്തെ പ്രായത്തിലാണ് നമ്മൾ കൊടുക്കുക? അതായത് നമ്മൾ ഇത്ര 3-4 മാസം കഴിഞ്ഞ ശേഷം 3-4 മാസത്തിന് ശേഷം നമ്മൾ കൊടുക്കാറുണ്ട്.
അതെങ്ങനെയാണ്? നമുക്കൊരു മതിപ്പ് വിലയാണോ അതോ അതിന്റെ തൂക്കിയാണോ? തൂക്കത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിലയാണോ? നമ്മൾ കിലോയ്ക്ക് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? കൊടുക്കും അല്ലേ? നമുക്ക് കൂടുതൽ ഇവിടെ മലബാറി ഐറ്റംസ് ആണ്, മലബാറി നാടൻ ക്രോസ് ഐറ്റംസ് ആണ് കൂടുതൽ. പിന്നെ കുറച്ച് കോഴികളൊക്കെ ഇതിനകത്ത് കയറി കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ തന്നെയാണോ? നമ്മുടെ കോഴി തന്നെയാണ് അല്ലേ? കോഴി, താറാവ് എല്ലാം ഉണ്ട്. അപ്പോൾ ഫാൻസി ഐറ്റം ഉള്ളത് ഈ കോഴി. ഇതിന്റെ കൂടെ തന്നെ ഒരു സെക്ഷനാണ് തിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരാഴ്ച ആയിട്ടുള്ളൂ. അമേരിക്കൻ ബ്രീഡോ? ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഗതി കാണുന്നത് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വൈറ്റ് പൂവനും ബ്ലാക്ക് പേടയുമാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വാങ്ങിച്ചിട്ട് ഒരു ആഴ്ച. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇക്കാക്ക് ഇത്തരത്തിലുള്ള കൃഷി കാര്യങ്ങളോടൊക്കെ ഒരു പ്രത്യേക ക്രൈസ് ഉള്ള ആള് തന്നെയാണ്. താല്പര്യം ഉണ്ടോ? ഓക്കെ ഓക്കെ. മലബാറി നമ്മൾ പ്യൂർ ആണോ? ക്രോസ് ആയിട്ട് കിട്ടിയതാണ്. അത്യാവശ്യം പാലൊക്കെ ഉണ്ട്. എത്ര കിട്ടുന്നുണ്ട് പാല്? നമുക്ക് പാലൊക്കെ കിട്ടാറുണ്ട് കുട്ടികളെ കുടിച്ചതിന് ശേഷം. കുട്ടികളെ കൊടുപ്പിച്ചതിന് ശേഷമാണ്. രണ്ട് കുട്ടികളാണ്. ഇതൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി തന്നെ. അതിന്റെ കുട്ടികൾ തന്നെയാണ്. ഇതാണ് ഇത് പെൺകുട്ടി അല്ലേ? ഇതിപ്പോ എത്ര മാസമായി പ്രായം? ഇത് 3 മാസമായി. 3 മാസം പ്രായം. 3 മാസം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇപ്പൊ സെയിലിംഗ് പരിവായിട്ടുണ്ടല്ലേ? 3 മാസത്തിൽ നമ്മൾ സെയിലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഇവിടെ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങൾ, അതിന്റെ തീറ്റക്രമവും കാര്യങ്ങളും. ഞാൻ പുളിയേരി കൊടുക്കാറുണ്ട്. പുളിയേരി കൊടുക്കാറുണ്ട്. എത്ര നേരം കൊടുക്കാറുണ്ട് നമ്മൾ? 2 നേരം. 2 നേരമാണ് നമ്മൾ ഫുഡ് കൊടുക്കുക, രാവിലെയും വൈകിട്ട്. പിന്നെ തൂപ്പ് കാര്യങ്ങൾ? പിന്നെ ഗോതമ്പില് തവിട്, ഗോതമ്പോട്, പരുത്തി പിണ്ണാക്ക് ഉണ്ട്. ഇപ്പൊ വിലക്കൂടുതലാണ്ട് കുറച്ചിരിക്കുകയാണ് പിണ്ണാക്ക്. പിന്നെ തൂപ്പും കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇക്കടുത്തൊരു കാര്യം, ഇപ്പൊ ആട് വളർത്തൽ ഇക്കായെ സംബന്ധിച്ചിടത്തോളം ലാഭമാണോ നഷ്ടമാണോ? ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയാം. ഞാൻ ലാഭം നഷ്ടം നോക്കാറില്ല. നമുക്ക് ഞാനൊരു താല്പര്യം തോന്നി അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് നമ്മുടെ നാടൻ തന്നെയാണ്. നാടൻ അല്ലേ? മലബാറി ടൈപ്പ് ക്രോസ്. ഇതിനിപ്പോ എത്ര വയസ്സുണ്ട്? അതിന് 2ാമത്തെ പ്രസവം. 2ാമത്തെ പ്രസവം. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ. ഒരു പെൺകുട്ടി. ഇത് എന്റെ കുട്ടിയാണ്. ബ്ലാക്കിന്റെ അകത്ത് ഇറങ്ങിയാണ്. ബ്ലാക്ക് ആൺകുട്ടി, അതാണ് പെൺകുട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇപ്പൊ എത്ര മാസമായി? ഇത് 3 മാസം, 3.5 മാസത്തോളമായി. 3-4 മാസത്തോളം ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് നേരിട്ടുള്ള പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ? വന്നിട്ടില്ല. അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും? നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. നമ്മുടെ ഇക്കയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നത്.